ചങ്ങായിമാരെ അതേപോലെ നമ്മൾ പയ്യാമ്പലത്ത് എത്തിക്കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ വന്ന് നേരെ ഇത് മെയിൻ എൻട്രൻസിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് പോവാം. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു അടിപൊളി കിടക്കാച്ച സ്പോട്ടുണ്ട്. നല്ല പാറയിലിട്ട് കടലിൽ അങ്ങത്തോളം ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു കിടലം പൊളി സ്ഥലമുണ്ട്. അത് കാണിച്ചു തരാം. ഇങ്ങനെ നടന്നു വന്ന് ഇതവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലമുണ്ട്, കാണിച്ചു തരാം. പിന്നെ നോക്കിയും കണ്ട് നടക്കണം. ആട്ടം നോക്കി നടന്നില്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. കാരണം കാല് ഈ ഗ്യാപ്പിലെല്ലാം പോയി കഴിഞ്ഞാലേ നല്ല സുഖമായിരിക്കും. നല്ല തോലും ചെത്തിക്കഴിഞ്ഞാൽ പിന്നെ മൊബൈലും സൂക്ഷിക്കണം. ചറവറ എടുക്കലും ഫോട്ടോ എടുക്കലും കാര്യമില്ലാക്കി മൊബൈലും കൊണ്ടാണെങ്കിൽ മൊബൈൽ ഗ്യാപ്പിലെല്ലാം താഴേക്ക് അങ്ങ് പോയില്ലെങ്കിൽ JCB വരേണ്ട ഒരു പാറയെല്ലാം മാറ്റണമെങ്കിൽ. ഇപ്പോഴെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് നടന്നെങ്കിലേ കാല് ഗ്യാപ്പിൽ പോകും. ഇപ്പം നോക്കി അങ്ങോട്ട് ആസ്വദിക്കുക, കുറച്ച് നിന്നിട്ട് മാത്രം ആസ്വദിക്കുക. അതാണ് വെറുതെ അങ്ങനെ ആകാശം നോക്കി നടന്നു കഴിഞ്ഞാൽ എന്തായാലും പണി കിട്ടും. ഇതങ്ങത്തോളം ഉണ്ട്. ഇങ്ങനെ നടന്ന് ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് അങ്ങ് ലാസ്റ്റ് വരെ എത്താം. ലാസ്റ്റ് വരെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ട് എന്നിട്ട് നോക്ക്. നടന്ന് വരാൻ മടിയുണ്ടെങ്കിൽ നേരെ അവിടെ നിന്ന് പൂയിലോട്ട് ഇങ്ങനെ നടന്ന് വന്നിട്ട് സുഖമായിട്ട് അതിൻ്റെ മേലോട്ട് അങ്ങ് അവിടെ നിന്ന് കയറിയാൽ പിന്നെ അത്രേ നടക്കാനുള്ളൂ. സുഖമായിട്ട് അങ്ങ് നടന്ന് അവിടെ നിന്ന് അത്രയും നടക്കാനുണ്ടാവും. ഇതാകുമ്പോൾ കുറച്ച് ലോങ് കൂടും. നോക്കിയും കണ്ട് നടന്നതിൻ്റെ പ്രശ്നമില്ല. വേറൊരു എൻ്റർടൈൻമെൻറ്റ് അത്രേ ഉള്ളൂ. ആപ്പിലെല്ലാം മൊബൈൽ വീണെങ്കിലേ JCB അല്ലേ ക്രെയിനെല്ലാം വരണ്ടേ, ഒരു ക്രെയിന്. അപ്പോൾ സൂക്ഷിച്ച് പോയിക്കാനേ കുഴപ്പമില്ല കേട്ടാ. അട്ടം നോക്കി നടക്കാണ്ടെന്നാൽ മതി. ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ആടെയെങ്കിലും സൈഡിൽ നിൽക്കുക, എന്നിട്ട് മെല്ലെ ആസ്വദിച്ചിട്ട് പോവുക. അല്ലാണ്ട് ആസ്വാദനവും നടത്തും കൂടി ആകുമ്പോൾ എന്നറിയില്ല പണി പാലും വെള്ളത്തിൽ കിട്ടും. ഇതെല്ലാം അമ്മാര് തുരങ്കന്മാരുണ്ട്. തുരങ്ക അങ്ങ് വീണെങ്കിലേ പൊടി കിട്ടൂല മൊബൈലിൻ്റെ. അവിടെ നിൽക്കും ഇങ്ങനെ ആസ്വദിച്ച് പോകുന്നെങ്കിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടെങ്കിൽ നേരെ ഒന്നും നോക്കാണ്ട് ഇങ്ങനെ നടന്നു പോവുക. നിലം മാത്രം നോക്കി നടക്കുക, അല്ലാണ്ട് അപ്പുറം ഇപ്പുറം നോക്കരുത്. ലാസ്റ്റ് എൻ്റെത് അങ്ങണ്ട അവിടെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമുണ്ട്. അവിടെ നിൽക്കുകയും ചെയ്യാം. ഒരാളവിടെ നിന്നിട്ട് ഭയങ്കര ഫോട്ടോ പോസിങ്ങാന്ന് തോന്നുന്നു. കുറച്ചും കൂടി നടക്കാനുണ്ട്. കുറച്ച് ടാസ്ക്കാന്ന് പണി കിട്ടും. നോക്കിയും കണ്ട് നടക്കുക. കുറച്ചല്ല നല്ലോണം നോക്കി നടന്നില്ലെങ്കിൽ നല്ല പണി കിട്ടും. സ്റ്റാർട്ട് ചെയ്ത് ആടുന്നതാണ്. അവിടെ ഇങ്ങനെ നടന്നു വന്ന് ഇതാ പിന്നെ എൻഡിലേക്ക് എത്താനതിനും കുറച്ചും കൂടി പോകണം. എൻഡിലേക്ക് എത്താൻ കുറച്ചും കൂടി നടക്കാനുണ്ട്. നോക്കാം, നമുക്ക് നടന്നു നോക്കാം. നമ്മൾ ലാസ്റ്റത്തെ എൻ്റെ എത്താനായി കുറച്ചും കൂടി നടക്കാനുണ്ട്. നല്ല വൈകുന്നേരങ്ങളിൽ സായാഹ്ന സന്ധികൾ ഇവിടെ വന്ന് കുറച്ചും ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡും ബോഡി എല്ലാം റീഫ്രഷ് ആവുക. പൊളിയാന്നേ. കണ്ണുകാർക്ക് ഇതൊരു പുത്തിരിയായിരിക്കില്ല. പുറത്തുനിന്ന് വരുന്നൊക്കെ ആസ്വദിക്കാൻ നല്ല പൊളിയാണ്. കണ്ണുകാർക്കും വൈകുന്നേരം വന്ന് ഇവിടെ ഇരിക്കുക, എല്ലാം മൈൻഡെല്ലാം ക്ലിയർ ആവും. വീക്കെൻഡ് സൺഡേയാ സാറ്റർഡേയാ വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോൾ വന്ന് ഇവിടെ ഇരുന്ന് ഒരു 6 മണിക്കൂർ ഇരുന്നാൽ തന്നെ നമ്മളെ കമ്പ്യൂട്ടറെല്ലാം റീഫ്രഷ് ചെയ്യുന്ന പോലെ നല്ല റീഫ്രഷ് ആവും. നല്ല കാറ്റാണ്. മൈൻഡ് ഫുള്ള് റീഫ്രഷ് ആവേ. എല്ലാവർക്കും ആസ്വദിക്കാം. ഇപ്പം നമ്മളെ എൻ്റെ എത്താനായി. എൻ്റെ സ്ഥിതി എന്താണെന്ന് കാണിച്ചു തരാം. എൻ്റെ എത്തുമ്പോൾ ഇതാണ് സീന്. കണ്ട അത് ഫുൾ ലോക്കാക്കിയിട്ടിട്ടുള്ള പാറ സൈഡിലെല്ലാം. നല്ല തിരമാലകൾ ശക്തി അടിക്കുമ്പോൾ വെളിയിൽ പോകണ്ടൊക്കെ ഉണ്ടാന്ന് വിചാരിച്ചിട്ടിരിക്കും. ലാസ്റ്റ് ഇതാണ് സീന്. നമ്മൾ ലാസ്റ്റ് എൻ്റെ എത്തി പോയി. ഇത് തിരയെല്ലാം അടിച്ച് മറിഞ്ഞ് പ്രതി കേട്ടോ. അതാണ് ലാസ്റ്റ് എൻഡ്. അല്ലേ കടൽ നല്ല ഇളക്കമുണ്ട് കടലിൽ. ഇങ്ങനെ നടന്നു ഇങ്ങനെ കാണുന്നത് പയ്യാമ്പലത്തിൻ്റെ എൻഡ്. ഫസ്റ്റ് പയ്യാമ്പലത്തെ എൻഡ് തുടങ്ങുന്നത് എൻട്രൻസ്, മെയിൻ എൻട്രൻസ് ആണ്. അതെ അവിടെ നിന്ന് നടന്ന് ഇങ്ങനെ വന്നതാണ്. അവിടെ ലെഫ്റ്റ് സൈഡ് നടന്ന് നേരെ ഇങ്ങനെ വരും. ലെഫ്റ്റ് സൈഡ് നേരെ ഇങ്ങനെ പറഞ്ഞു വരും. സ്പോട്ട് നല്ല സ്പോട്ടാണ്. നല്ല കടൽ തിരമാലകളിൽ ആസ്വദിക്കാൻ പറ്റിയ സ്പോട്ടാണ്. ഓക്കെ, ലാസ്റ്റ് ഇവിടെ വന്ന് കുറച്ചും ഇരിക്കുക. ഏത് മജമാണ്. നല്ല കാറ്റാണ്, ഓളിക്കാറ്റാണ്. നല്ല ഇറക്കിട്ടോ കടലിൽ അടിച്ച് മറിയുന്നുണ്ട്. അങ്ങനെ കാണിച്ചറിയാം. പയ്യാമ്പലത്തിൻ്റെ അങ്ങെന്ന് പറയുന്നത് ഇതാ.
അമ്പലത്തിൻ്റെ കിടക്കാച്ചി സ്പോട്ടിൽ നിന്നും ലെഫ്റ്റ് സൈഡുള്ള കിടക്കാച്ചി സ്പോട്ടിൽ നിന്നും ക്യാമറാമാൻ ഷെയ്ർ മുസ്തഫക്കൊപ്പം കണ്ണൂർ സുൽത്താൻ.